സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് യാസീൻ അതിൻ്റെ 59, 60, 61, 62 4 വചനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യാസീൻ എന്ന അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് തൗഹീദും റിസാലത്തും ആഖിറത്തും പഠിപ്പിച്ചു. റിസാലത്ത് കൊണ്ട് ആരംഭിക്കുകയും ആഖിറത്തിനെ ഉടനീളം പരാമർശിക്കുകയും ഇടയ്ക്കും അവസാനത്തിലും അതിനു മുമ്പും തൗഹീദ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരികയും ചെയ്യുകയാണ് സൂറത്ത് യാസീൻ. ആഖിറത്തിൽ നടക്കുന്ന വിചാരണ വേളയിലെ ഒരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ പാഠ്യവിഷയം. അവിടെ വെച്ച് സ്വർഗാവകാശികളുടെ കാര്യം പറഞ്ഞു. സ്വർഗാവകാശികൾ വളരെ സന്തോഷത്തിലാണ്, അവർ ആനന്ദ നിർവൃതിയിലാണ്, അവർ വളരെയധികം പരസ്പരം ആശ്ലേഷിക്കുകയും അഭിമുഖമായി ഇരുന്ന് ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗം ഒരു വശത്ത് നടക്കുമ്പോൾ, ആ സ്വർഗം കിട്ടുമെന്ന വിചാരത്തോടു കൂടി കാത്തു നിൽക്കുന്ന വരിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ സ്വർഗാവകാശികളാണെന്ന് മിഥ്യയായി ധരിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികളോട്, മുശിരിക്കുകളോട്, അക്രമം ചെയ്ത അവിവേകികളായ അല്ലെങ്കിൽ കുറ്റവാളികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കാണ് ആദ്യത്തെ 59-ാമത്തെ വചനം. വംതാസുൽ യൗം വംതാസ് എന്ന് വെച്ചാൽ എന്താണ്? വേറിട്ട് നിൽക്കുക. കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. ഒക്കെ മാറി നിൽക്ക്, വിട്ടു നിൽക്ക്. വരിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അനർഹരായ ആളുകൾ ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. മാറി നിൽക്കുക. അല്യവും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം? ശുദ്ധ ഖുർആനിലുടനീളം പറഞ്ഞിട്ടുള്ള യൗമൽ ഖിയാമത്ത്, യൗമൽ ആഖിറത്ത്, യൗമൽ ആസിഫത്ത്, യൗമൽ അസാബ്, യൗമൽ ഇഖാബ്, യൗമൽ തഗാബുൻ. ആ യൗമുണ്ടല്ലോ, അന്നത്തെ യൗമൽ ആഖിറത്തില് എന്ത് ചെയ്യണ്ട? എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല. സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നരകക്കാർ നിൽക്കേണ്ടുന്ന ആവശ്യമില്ല. മുജിരിമുകളെ പോലെയല്ല. മുജിരിം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ, ക്രൈം ചെയ്ത ആൾ. ക്രൈം ചെയ്തവൻ മര്യാദക്കാരനെ പോലെയാണോ? അല്ലല്ലോ, അവർ രണ്ടും രണ്ടാകുന്നു. അതുകൊണ്ട് അയ്യുഹൽ മുജിരിമൂൻ, അല്ലയോ കുറ്റവാളികളെ, വംതാസുൽ യൗം, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക. പോ ദൂരെ പോ, ഇവിടെ വഴി നിൽക്കേണ്ട, നിങ്ങളൊക്കെ വേറെയാണ്, രണ്ടും രണ്ടാകുന്നു. ദുനിയാവിൽ വെച്ചിട്ട് കാണുമ്പോൾ എന്തായിരുന്നു? ഒക്കെ ഒരേപോലെ തന്നെ ആയിരുന്നു. എല്ലാവരുടെയും ഒരേ വസ്ത്രധാരണം, എല്ലാവരുടെയും ഒരേ ചിരി, കളി, തമാശ, തീറ്റ, കുടി, താമസം, പോക്ക്, വരവ് ഒക്കെ ഒരേപോലെ തന്നെ. ഇന്ന് അതല്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും ദിവസമാകുന്നു. ഇനി ഇവിടെ പ്രവർത്തനമില്ല. അതുകൊണ്ട് വംതാസുല്യവും, പോ ദൂരെ പോ, വളരെ അകലെ, വേറെ മാറി നിൽക്ക്. ദുനിയാവിന്റെ ആ ഖുർആൻ കേട്ട് നിന്ന സമയത്ത് നിങ്ങൾ മാറിപ്പോയില്ലേ? ഖുർആനിലേക്ക് വിളിച്ച സമയത്ത് നിങ്ങൾ മാറിപ്പോയില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ മാറിപ്പോയിക്കോ. അന്നൊക്കെ നിങ്ങൾ ഭയങ്കര തിരക്കിലായിരുന്നു. നിങ്ങൾക്ക് ഒട്ടും ഒന്നിനും ഒഴിവുണ്ടായിരുന്നില്ല. പണം വാരാനുള്ള പ്രമത്തതയിലായിരുന്നു നിങ്ങൾ. പദവി തേടാനുള്ള കഷ്ടപ്പാടിലായിരുന്നു. വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു അന്നത്തെ സമയത്ത് വളരെയധികം ദുനിയാവിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വിചാരണ വന്നിരിക്കുന്നു. നിങ്ങളെ എന്തിനാണോ ഇത് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്, ആ പറഞ്ഞയച്ച പ്രവൃത്തി ചെയ്തോ ഇല്ലേ എന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കുകയാണ്. ആ പരിശോധനയുടെ സമയത്ത് സ്വർഗക്കാരിലേക്ക് പോയി, സ്വർഗക്കാരുടെ കൂട്ടത്തിൽ എത്തിയവര്. അപ്പൊ ഇവിടെ നരകത്തിന്റെ അവകാശികൾ, ചില ആളുകൾ ആ കൂട്ടത്തിൽ തന്നെ കാത്തു നിൽക്കുക. ഇല്ല, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വംതാസ്, ഇംതാസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മാറി നിൽക്കുക, വേറിട്ട് നിൽക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ തമ്മിൽ എന്തുണ്ട്? ഒരു വേർതിരിവുണ്ട്. ഇന്നത്തെ ദിവസം മുജിരിമുകളുടെ സ്ഥാനം മുഅ്മിനുകളുടെ കൂടെയല്ല. വിശ്വാസികളും അവിശ്വാസികളും വേറെ വേറെ, ദൈവത്തെ സമ്മതിച്ചവരും സമ്മതിക്കാത്തവരും വേറെ വേറെ, തോന്നിയവാസികളും സച്ചരിതരും വേറെ വേറെ, എല്ലാം വേറെ വേറെയാണ് ആഖിറത്തിൽ. ദുനിയാവിൽ അങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവരെവിടെ നിന്ന് വന്നു, ഇവിടെ എന്ത് ചെയ്യണം, എവിടേക്ക് പോകുന്നു.
അള്ളാഹുവിൽ നിന്ന് വന്നു അഥവാ തൗഹീദ് അറിയുന്നവർ ഇവിടെ എന്ത് ചെയ്യണം, അഥവാ റിസാലത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ, അഥവാ എവിടേക്ക് പോകുന്നു, ആഖിറത്ത് മനസ്സിലാക്കി അതിനുവേണ്ടി മെനക്കെടുന്നവർ. അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. അവരിതറിഞ്ഞു, എന്നിട്ട് സൂക്ഷിച്ചു, പേടിച്ചു, ഒറ്റപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. ആളുകളുടെ മുന്നിൽ അവരൊരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ആക്രമിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇന്നിതാ അവർക്ക് പ്രതിഫലം നൽകാൻ പോകുന്നു. ഞങ്ങൾ അപ്പുറത്തുമല്ല ഇപ്പുറത്തുമല്ല. വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെയാകുന്നു, എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ആളൊന്നുമല്ല എന്ന നിലയിൽ പിന്നിൽ കൈകെട്ടി മാറി നിന്നിരുന്ന ആളുകളായിരുന്നു നിങ്ങൾ. ഇപ്പൊ ഇതാ ഒരു തീരുമാനമായിരിക്കുന്നു, വംതാസുൽ യൗം, ഇന്ന് മാറി നിൽക്കുക. എന്ത് ചെയ്യുക? വേറെ ക്യൂ ഉണ്ട്, നിങ്ങൾക്ക് വേറെ ലൈൻ ഉണ്ട്. ഡോക്യുമെന്റ്സ് ഇല്ലാതെ വന്ന് ആവശ്യം വാങ്ങാൻ, കാര്യങ്ങൾ നടത്താൻ വന്ന ആളുകൾ, ഡോക്യുമെന്റ്സ് ഉള്ള ആളുകളുടെ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ക്യൂ ആണ്, വേറെ ലൈനാണ്. പാസ്പോർട്ടും ഇല്ല, ടിക്കറ്റും ഇല്ല. ഇനിയിപ്പോ എവിടേക്കാണ് പോകേണ്ടത്? നിങ്ങൾക്ക് ഇമിഗ്രേഷനിൽ പോകണോ? ഇല്ല, മാറി നിൽക്കാം, വേറെ വഴിയാണ്. അതുകൊണ്ട് അപേക്ഷ നൽകാത്തവർക്ക് അർഹതയില്ല. അപേക്ഷ ആദ്യം എഴുതിക്കൊണ്ടാ, ഇനി എഴുതി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അപേക്ഷ എഴുതി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അത് ദുനിയാവിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഈ ഹാളിന് പുറത്ത്, ഈ വഴിക്ക് പുറത്ത് നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. വംതാസുൽ യൗം അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവരും എന്തൊരു സൗഹൃദമായിരുന്നു. എല്ലാവരും തോളിൽ കൈയിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടിയിട്ട് ഒരാൾ തമ്മിലേ നമ്മളൊക്കെ ഒന്നല്ലേ എന്ന വിചാരമായിരുന്നു. വാസ്തവത്തിൽ അവരോടൊന്നും ഉപദേശിക്കാൻ നമുക്ക് സാധിച്ചില്ല. അവരുടെ ഈ ഒരു കാര്യങ്ങൾക്കും നമുക്ക് അവരെ ഒന്ന് ഗുണദോഷിക്കാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ഇനിയിപ്പോൾ അതൊരു വിഷമമായി തീരണ്ട, നമ്മളൊക്കെ ഒരേപോലെ ഇരുന്ന് വിചാരിച്ചോട്ടെ. ഇല്ല, സത്യത്തിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ കാലാവസ്ഥയായിരുന്നു, ഒരേ നാഷണാലിറ്റി ആയിരുന്നു, ഒരേ കറൻസിയാണ് നമ്മൾ ഉപയോഗിച്ചത്, ഒരേ സുഖ സൗകര്യങ്ങളാണ് നമ്മൾ ആസ്വദിച്ചത്, ഒരേ തരത്തിലുള്ള കാറ്റ്, എല്ലാവർക്കും ഒരേപോലെ. അത് ഒരേപോലുള്ള മഴ, ഒരേപോലുള്ള മഞ്ഞ്, ഒരേപോലുള്ള ചൂട്, ഒരേപോലുള്ള തണുപ്പ്, ഒരേപോലുള്ള സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളോട് അവിടെ ചെല്ലുമ്പോൾ പറയുന്നു, വംതാസുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾ മാറി നിൽക്കണം, വേറെ നിൽക്കണം എന്ന് പറയുക മാത്രമല്ല ചെയ്യണത്, അയ്യുഹൽ മുജിരിമൂൻ, ജുർമി ചെയ്ത ആൾ. ജുർമ എന്നാൽ കുറ്റം. എന്ത് കുറ്റമാണ് അവർ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. മുജിരിം എന്ന് എന്തിനു വിളിക്കണം? കുറ്റവാളിന്ന്. എന്ത് ക്രൈം ചെയ്തിട്ടാണ് ഈ പറയുന്നത്? അവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അതാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ച കാരണം, അതാകുന്നു പ്രവാചകന്മാർ പറഞ്ഞയക്കപ്പെട്ട കാരണം, അതാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പരീക്ഷ നടത്തുന്ന വിഷയം. ആ വിഷയം എന്ത് വേണം? അത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും അഹദ്. അലം, ഞാൻ ആയിരുന്നില്ല, അഹദ്, ഞാൻ നിങ്ങളോട് ഒരു കരാർ ചെയ്തിരുന്നില്ലേ? ഒരു കരാർ എന്താണ്? അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത കരാറ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. അതാണ് കരാർ. ആ റബ്ബിനെ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാമയുടെ പുറകിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതറിയാം, എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ആ പരമേശ്വരനായ, പരമോന്നതനായ, ബ്രഹ്മാവായ, ദൈവമായ, സ്രഷ്ടാവായ, ലോകപ്രപഞ്ചനാഥനായ ഒരുവൻ ഉണ്ട് എന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമ്മളോട് പടച്ചമ്പുരാൻ ചെയ്തിട്ടുള്ള ഒരു കരാറാണ്. ആ കരാർ പ്രകാരം ആ റബ്ബിനെ, ആ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തേട്ടമായിട്ട് അള്ളാഹു ഇട്ട് തന്നിട്ടുള്ള നേരത്തെ ഉള്ള ഒരു കരാറാണ്. അലം, അങ്ങനെയല്ലേ? അഹദ്, ഞാൻ കരാർ ചെയ്തിട്ടില്ലേ? ഇലേക്കും, അലം അഹദ് ഇലേക്കും, ഞാൻ നിങ്ങളോട് ഒരു കരാർ ചെയ്തില്ലേ? മനുഷ്യ, നമ്മൾ ചിലപ്പോൾ പറയില്ലേ, എന്ത് മനുഷ്യനാണ് അതാന്ന് പറയില്ലേ, നിങ്ങൾക്കൊരു മനുഷ്യനായിക്കൂടെ നിൽക്കില്ലേ, ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നൊക്കെ പറയില്ലേ. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവമുള്ള ആൾക്ക് അള്ള പറഞ്ഞോ, ആദമിൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ഡേഷിൻ്റെ മോനെ എന്നല്ല വിളിച്ചത്, ആദമിൻ്റെ മോനെ എന്ന്. സുബ്ഹാനല്ലാഹ്, വളരെ മര്യാദപൂർവ്വമുള്ള ഒരു വിഷയമാണ്. മനുഷ്യരൂപമുള്ള മനുഷ്യനെ,
എന്ന് പറയില്ലേ, ആ ഒരു ചോദ്യമാണ് യാ ബനീ ആദം, എടോ ആദമിന്റെ മകനെ, നിന്നോട് സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നോട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കരാർ എടുത്തിട്ടല്ലേ ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞയച്ചത്. അലം അഹദിയിലേക്കും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? യാ ബനി ആദം, ആദമിന്റെ മകനെ. അപ്പൊ ആ കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നേരത്തെ മുമ്പ് പറഞ്ഞു, വൈദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫക്കും, അവരോട് സൂക്ഷിക്കണം, നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നതിനെയും കഴിഞ്ഞു പോയതിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തമാശയാക്കും, അപ്പൊ കളിയാക്കും. വൈദാ ഖീല ലഹും ഉൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് തന്നതിന് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് തിന്നാൻ കൊടുക്കാത്തവർക്ക് ഞങ്ങൾ തിന്നാൻ കൊടുക്കണം, അള്ളാഹു കൊടുക്കാൻ വിചാരിക്കാത്തവർക്ക് ഞങ്ങൾ എന്തിനു കൊടുക്കും. ഈ മാതിരിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം അധിക്ഷേപിക്കുകയോ ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള സൂത്രവഴികൾ ഉദ്ദേശിക്കുകയോ ചെയ്തിരുന്നത്. ഇത്തക്കല്ല, അത് സൂക്ഷിക്കണം, ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അദാബിനെ സൂക്ഷിക്കണം, മുന്നിൽ വരാനിരിക്കുന്ന ഇനി ഒരു നരകത്തെ സൂക്ഷിക്കണം, ഇത്തക്കുന്നാർ, നരകത്തെ സൂക്ഷിക്കണം, ഇത്തക്കല്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഓ അംഫുസക്കും അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണം, തക്കോ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പേടിക്കണം നിങ്ങൾ, ഇത്തക്കൽ മഹാരിമ, ഹറാമിനെ സൂക്ഷിക്കണം നിങ്ങൾ. ഇതൊക്കെ തക്വ 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം, 300-ലധികം പ്രാവശ്യം പരാമർശിക്കപ്പെട്ടൊരു കാര്യമാണ്. സൂക്ഷിക്കട്ട സൂക്ഷിക്കട്ട സൂക്ഷിക്കട്ട. ആ സൂക്ഷിക്കാൻ തന്നെ ഈ കരാർ പൂർത്തീകരിക്കാൻ സൂക്ഷിക്കാൻ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ സൂക്ഷിച്ചു വേണം ജീവിക്കാനേ. അപ്പൊ ആ സൂക്ഷിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഗ്രന്ഥം അയച്ചു, പ്രവാചകന്മാരെ അയച്ചു, ഉപദേഷ്ടാക്കളെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചു, എല്ലാവരെയും അയച്ചു. അങ്ങനെ ഞാനൊരു അയക്കൽ, അങ്ങനെ ഒരു കരാർ നമ്മ തമ്മിലില്ല. അലം അഹദ്, ഞാൻ നിങ്ങളുമായിട്ട് ഒരു കരാർ ചെയ്തില്ലേ? എന്നിട്ട് നിങ്ങൾ കരാർ പാലിച്ച് സൂക്ഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും മാന്യം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, സൂക്ഷിക്കുന്ന ആളാണ് ഏറ്റവും മാന്യൻ. ഇത് പറഞ്ഞതല്ലേ? എത്ര തവണ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കില്ല, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, വണ്ടി കൊടുത്തു, ഫീസ് കൊടുത്തു, വാഹനം കൊടുത്തു, ബാഗ് മേടിച്ചു കൊടുത്തു, ടെസ്റ്റ് എഴുതി കൊടുത്തു, ഒക്കെ കൊടുത്തിട്ട് അവസാനം വട്ടപൂജയായിട്ട് തിരിച്ചു വരുമ്പോൾ വടിയെടുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര തവണ ഞാൻ പറഞ്ഞ് ആ ബുക്ക് ഒന്ന് എടുത്ത് വെച്ച് വായിക്ക്, കിട്ടാത്തത് ചോദിക്ക്, ഹോംവർക്ക് ചെയ്യ്, പഠിക്ക്, ക്ലാസ്സിൽ പോ, ശ്രദ്ധിക്ക്, ചോദിക്ക്. ഇതൊക്കെ എന്തിനാ ചോദിക്കുന്ന വെച്ചാൽ ആ ശിക്ഷക്ക് ഒരിത്തിരി ഒരു ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ശിക്ഷ നടത്തുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞു എന്ന്. അലമഹദിയിലേക്കും യാ ബനി ആദം, ആദമിന്റെ മോനെ, നിന്നോട് എത്ര തവണ നിന്നോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലേ? എന്താ കരാർ ചെയ്ത വിഷയം? ആ വിഷയമാണ് ഏറ്റവും പ്രധാനം. ആ വിഷയമാകുന്നു നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു. ആയത്തിഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദൂൻ. എന്ത് ദൃഷ്ടാന്തം വന്നിട്ടും പറഞ്ഞിട്ടല്ലേ, എത്ര പറഞ്ഞാലും കാര്യമില്ല, പറഞ്ഞതെന്ന് അങ്ങോട്ട് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ നമ്മൾ പറയാറുണ്ട്. എന്ന പോലെ ആയിരുന്നു ഇവന്റെ ജീവിതം. അലം യത്തിക്കും നദീർ, ഇടോ നിനക്ക് മുന്നറിയിപ്പുകാരനായ ഒരു പ്രവാചകൻ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ വന്നിരുന്നു, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തില്ല? അതൊന്നും കാര്യമല്ല എന്ന് ഞാനൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് പറഞ്ഞില്ലേ, കേട്ടിട്ടില്ലേ? അലം യത്തിക്കും റസുലും മിൻകും യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും വയുൻദിറൂനകും ലിഖാഅ യൗമിക്കും ഹാദാ ഖാലൂ ബലാ വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ. എത്ര പ്രാവശ്യം നമ്മളെ ഖുർആൻ പഠിക്കുമ്പോൾ സൂറത്ത് മുൽക്കിൽ, സൂറത്ത് സുമറിൽ, പല 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 സ്ഥലങ്ങളിലും അള്ളാഹു പറയുന്നുണ്ട്, ഡോ നിങ്ങൾക്ക് പ്രവാചകൻ വന്നില്ലേ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലേ എന്ന് ആര് ചോദിക്കും? കബറിലല്ല, മലക്കുകൾ നരകത്തിന്റെ കവാടത്തിനരികിൽ എന്ത് കഷ്ടപ്പാടായി പോയി നിങ്ങൾക്ക്, നിങ്ങളോട് ആരും വിവരം പറഞ്ഞില്ലേ? അലം യത്തിക്കും റസൂൽ, ഒരു റസൂൽ വന്നില്ലേ നിങ്ങൾക്ക് എന്ന പോലെ ഇവിടെ അള്ളാഹു ചോദിക്കുന്നു, അലം അഹദിയിലേക്കും യാ ബനി ആദം,
എന്താണ്? യാ ബനി ആദം, ആദമേ, ആദമിന്റെ മോനെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിന്നല്ല, നിന്റെ വാപ്പാനല്ല, നിന്റെ വെല്ലിപ്പാനെ പഴിപ്പിച്ച ഒരാളുണ്ട്. അതാണ് പിശാചി, ജിന്ന്, ശൈത്താൻ എന്നൊക്കെ പറയുന്നത്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ആദമിന്റെ മകനെ, ലാ യഫ്തിനന്നകുമു ശൈത്താൻ, ശൈത്താൻ നിന്നെ ഫിത്തന ആക്കാതിരിക്കട്ടെ മോനെ. കമാ അഖറജ അബവൈക്കും മിനൽ ജന്ന, നിന്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലത്തെ ഒരു അബദ്ധം നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. അലം അഹദിയിലേക്കും യാ ബനി ആദമ, എന്താ പറഞ്ഞത്? അല്ലാ തഅ്ബുദു ശൈത്താൻ, ശൈത്താനെ ഇബാദത്ത് ചെയ്യരുത്. ഷെയ്ത്താനെ ബാധ്യ വല്ലൊരു ഷെയ്ത്താനെ ബാധ്യ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ത്താനെ അനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ത്താനെ അനുസരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാ കുറ്റം ചെയ്യുന്നത്. ഇനി ഷെയ്ത്താനെ ബാധ്യ ചെയ്യുന്നവരും ഉണ്ട്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ജിന്ന് സേവ നടത്തുന്നവരില്ലേ, ഇല്ലേ? ചാത്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് തന്നെ ഷെയ്ത്താൻ, സതാൻ എന്ന് പറയാറില്ലേ? ചാത്തനെ സേവിക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്യുന്നവരില്ലേ? അതും ചാത്തൻ സേവയും ഇബാദത്ത് തന്നെയാണ്. അപ്പൊ ശൈത്താനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും ശൈത്താനെ അനുസരിച്ചുകൊണ്ടും ശൈത്താൻ പറഞ്ഞാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? നിങ്ങൾ ചെയ്യുന്ന അബദ്ധം, ഷിർക്ക് എന്ന് പറയുന്നത്. അത് അള്ളാഹ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അല്ലാ തഅ്ബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും, നിശ്ചയമായും ലക്കും അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്. ജിന്നിനെയും ശൈത്താനെയും പറ്റിയിട്ട് അത് അധികം തൊട്ട് കളിക്കണ്ട. അത് ഭയങ്കര അപകടമാണ്. വല്ലാണ്ട് പേടിച്ചാലും ബുദ്ധിമുട്ടണം, വല്ലാണ്ട് സേവിച്ചാലും ബുദ്ധിമുട്ടണം, വല്ലാണ്ട് അനുസരിച്ചാലും എടുത്തു പറഞ്ഞാലും മഹത്വപ്പെടുത്തിയാലും ഒക്കെ പ്രയാസം തന്നെ. അതുകൊണ്ട് അതിലേക്ക് ആ വാതിൽ തുറക്കേണ്ട നിങ്ങൾ, ആ കവാടം നിങ്ങൾ എടുക്കേണ്ടതില്ല. നിങ്ങൾ അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളിൽ അവരെ കൊണ്ടൊരു ഉപകാരം കിട്ടില്ല. അവരുപകരിക്കട്ടെ, അവർ സഹായിക്കട്ടെ, അവർ സഹായിക്കുമെന്ന് നോക്കട്ടെ, ഇതൊന്നും നിങ്ങൾ തുറക്കണത് ഇസ്ലാം തുറന്നു കൊടുക്കാത്തൊരു വാതിലാണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ പോകണ്ട. അലം അഹദ്, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ല, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഉറപ്പായിട്ടും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നിങ്ങൾ നരകത്തിൽ ചെന്നിട്ടല്ലാണ്ട് അവനക്കൊരു സമാധാനമാവില്ല. അങ്ങനത്തെ ഒരു ജിന്നിനെ ശൈത്താന്, നിങ്ങൾ മുസ്ലിം ആണോ, മുസ്ലിം അല്ലേ, നിങ്ങളുടെ ശത്രു ആണോ, അല്ല അവൻ്റെ എന്നെ വിത്തരണം എന്നൊക്കെ വിചാരിച്ചിട്ട് പുറകെ പോയാലുണ്ടല്ലോ, കുടുങ്ങി പോകും സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. ഈ കുടുക്കം സംഭവിച്ച് പച്ച മുശരിക്കായി തീർന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചെന്ന് വരുന്നത്, മുശരിക്കാവാൻ വലിയ താമസമൊന്നും വേണ്ട. ഷിർക്കിന്റെ വഴിയിലൂടെ, വസീലത്ത് ഷിർക്കിൽ കൂടെ പോയാലും ഷിർക്കിലേക്ക് എത്തും. വസീലത്ത് ഷിർക്കാണ്, ഷിർക്കല്ലത് എന്ന് പറയുന്ന ആളുകളില്ലേ, അവർ വസീലയിലൂടെ പോയാൽ മതി. വസീലയിലൂടെ പോയാൽ മക്കയിലേക്കുള്ള വഴി കൂടെ പോയാൽ മക്കയിലേക്ക് എത്തും, ദമാമിലേക്കുള്ള വഴി കൂടെ പോയാൽ ദമാമിലേക്ക് എത്തും, ഇന്ത്യയിലേക്കുള്ള വഴി കൂടെ പോയാൽ ഇന്ത്യയിലേക്ക് എത്തും. വസീലത്ത് ഷിർക്കിലേക്ക് പോയാൽ ഷിർക്കിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കണ്ട. ഇത് വേണ്ട, വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്നെ ആരാധിച്ചാൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. പിശാജ് എന്ന് പറഞ്ഞാൽ ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, പിശാജിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റല്ലേ കൂട്ടരെ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ശത്രു. എത്ര തവണയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വും ബിസലിൽ ളാലിമീന ബദല. സൂറത്ത് കഹ്ഫ് നമ്മൾ ഇപ്പോഴും വെള്ളിയാഴ്ച ഓതുന്നതാണ്. അള്ളാഹിനെ അനുസരിക്കുകയും ആദമിന് സുജൂദ് ചെയ്യുന്നു പറഞ്ഞപ്പോ എന്ത് ചെയ്ത്? വൈദഖാൽ റബ്ബുക ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്ന്. ജിന്നെന്നാണ് ഈ പറഞ്ഞ ശൈത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ആരുമില്ല. ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാകുന്നു, പടച്ചവനെ ധിക്കരിച്ചവരാകുന്നു പിശാചി എന്ന് പറയുന്നത്. കാന മിനൽ ജിൻ ഫഫസഖ അൻ അംരി റബ്ബിഹി, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? തെമ്മാടിത്തരം കാണിച്ചു, തോന്നിയാസം കാണിച്ചു. എന്നിട്ട് അവനെ കൂട്ടുപിടിച്ചിട്ട് അവന്റെ പേരും പറഞ്ഞിട്ട് അവന്റെ സേവനവും അവന്റെ സഹായവും ആ കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പൊ തത്തഖിദൂനഹു,
വദുർരിയത്തഹു മിൻ ദൂനി ഔലിയ, അല്ലല്ലാത്ത സഹായി ആയിക്കൊണ്ട്, കൂട്ടായിക്കൊണ്ട്, ഉടയവനായി, ഉറ്റവനായിട്ട് ഈ ജിന്നിനെ പിടിച്ചാൽ, ശൈത്താനെ പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ പറയുന്ന സന്ദേശം വഅനി ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. നിങ്ങളോടും ഞാൻ പറഞ്ഞിട്ടില്ലേ, അൻ എന്ത് ഇഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ, നീ എന്നെ, അനി ഇഅ്ബുദൂനി, പിശാചിനെ വിട്ടക്ക്, അവന് വെറുതെ വിട്ടേക്ക്, ആ വഴിക്ക് പോകേണ്ട, തുടരേണ്ട, അപകടം. പേപ്പട്ടിയെ പിടിച്ച പോലെ പേപ്പട്ടിയുടെ പിന്നാലെ അവനൊന്ന് ഞാൻ ശരിയാക്കിയിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറകേക്ക് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അത്രേ വേണ്ടൂ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, നേരെ ചൊവ്വയുള്ള വഴിക്ക് പോകുക, അള്ളാഹുവിനനുസരിച്ചിട്ട് പോകുക. മറ്റതിന്റെ പിറകിൽ കൂടി കഴിഞ്ഞാൽ അത് നിങ്ങളെ തോണ്ടിയാലും തൊട്ടാലും പോറിയാലും കോറിയാലും നിങ്ങൾ അവസാനം എന്താവും? പേടിക്കുന്ന ഗതികേട് വരും. അതുകൊണ്ട് അനി അഅ്ബുദൂ, നിങ്ങൾ എന്നെ ആരാധിക്കുവീൻ, അഅ്ബുദൂ നീ, നീ എന്ന് പറഞ്ഞാൽ എന്നെ ആൻഡ് അൻ എന്ത് ചെയ്യുന്ന, എഴുബുദൂ നിങ്ങൾ ആരാധിക്കുവീൻ, നീ എന്നെ, നിങ്ങൾ എന്നെ ആരാധിക്കുകയും ചെയ്യുവീൻ. ഹാദാ സിറാത്തുൻ, അതാണ് നേരെ ചൊവ്വയുള്ള വഴി. അത് എങ്ങനത്തെ വഴിയാണ്? വെറും ചൊവ്വ വഴിയല്ല, മുസ്തഖീം, നേർക്കുള്ള വഴി. നേർക്കുള്ള വഴിയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. സിറാത്ത് മുസ്തഖീമിൽ കൂടെ പോകണം നമുക്ക്. ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നേരെ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവരെ ഒഴിവാക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹു പറഞ്ഞവരെ അനുസരിക്കുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരോട് വിശുദ്ധ ഖുർആൻ തുറന്നാൽ ആദ്യമായിട്ട് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു വചനം എന്താണ്? യാ അയ്യുഹൻ നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെങ്കിൽ, സൂക്ഷ്മത ഉണ്ടെങ്കിലേ നിങ്ങൾ അള്ളാഹ് അംഗീകരിക്കുള്ളൂ. സൂക്ഷ്മത ഇല്ലാത്തവരെ അള്ളാഹ് പരിഗണിക്കൂല. സൂക്ഷ്മത ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി അള്ളാഹ് സ്വീകരിക്കൂല. സൂക്ഷ്മത ഇല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെങ്കിൽ മനുഷ്യന്മാരെല്ലാവരോടും അള്ളാഹു പറയുന്നു, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അതാണ് വഴി. ആ വഴി തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹക്കായ വഴി. അതാണ് കലിമത്തുൽ ഹക്ക്. ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല അള്ളാഹു അല്ലാതെ. ഇതാണ് തൗഹീദ് സഹോദരന്മാരെ. ഈ തൗഹീദാണ് ഇത്ര കഠിനതരമായ നിലയിൽ അള്ളാഹു അലം അഹദ്, ഞാൻ നിന്നോട് കരാർ ചെയ്തതല്ലേ എന്ന് കഠിനതരമായ ശബ്ദത്തിലൂടെ പടച്ച തമ്പുരാൻ ചോദിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആലോചിച്ച് നോക്കണം. വംതാസ് മാറിക്കവിടെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ഏകദൈവ വിശ്വാസം എന്ന ആ നിഷ്കളങ്കമായ വചനത്തിന്റെ നേരായ മാർഗത്തിന്റെ തത്വം. തീരെ വളഞ്ഞ വഴികളില്ല. സൃഷ്ടിയും സൃഷ്ടാവുമായി ബന്ധപ്പെടുന്ന ഒരേ ഒരു നേർരേഖ, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കാവുന്ന ഒരേ ഒരു നേർരേഖ. 1000 രേഖ നിങ്ങൾ വരച്ചിരുന്നാലും ശരി, നേരെയാണ് എങ്കിൽ ആദ്യം വരച്ച നേർരേഖയുടെ മുകളിലൂടെ പോകും. അതിന് വളവുണ്ട് എങ്കിൽ ഒരു 10,000 രേഖ നിങ്ങൾക്ക് വരക്കാം, 1,00,000 രേഖ നിങ്ങൾക്ക് വരക്കാം, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക്. വളഞ്ഞ വഴിയെന്ന് മാത്രം. വളവ് കൂടും, എണ്ണം കൂടുമ്പോൾ. നേരെ മറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നതും അള്ളാഹു നമ്മളോട് തേടാൻ ചോദിക്കുന്നതുമായത് എന്താണ്? സിറാത്തും മുസ്തഖീം ആകുന്നു. അതിന് നമുക്ക് എന്ത് വേണം? സുബ്ഹാനല്ലാഹ്, നമുക്ക് വളഞ്ഞ വഴികളെല്ലാം ഒഴിവാക്കുകയും സൃഷ്ടിയും സൃഷ്ടാവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരു നേർരേഖ എന്താണ്? ആ നേർരേഖ അറിയാനാണ് ഖുർആൻ വായിക്കുന്നത്, ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ദാലിക്കൽ കിതാബ്, ഈ ഗ്രന്ഥത്തിലുണ്ട് നേർരേഖ എന്താണ്, അല്ലേ? ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യുഖിനൂൻ. ഈ കാര്യവും ഇസ്ലാം കാര്യവും എല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വയായിട്ട് പടച്ച തമ്പുരാനോട് നേരെ ചൊവ്വയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സന്മാർഗം ഉണ്ട് ഈ ഗ്രന്ഥത്തിൽ എന്നതിന് യാതൊരു ഡൗട്ടുമില്ല. ഒരു ഡൗട്ടുമില്ല. ലാ റൈബ ഫീഹി, ഇതാകുന്നു, ഈ ഗ്രന്ഥമാകുന്നു മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗ ഗ്രന്ഥം. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ആദ്യം തന്നെ അള്ളാഹിനെ അറിയണേ.
അറിഞ്ഞെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇരുട്ടത്ത് നിൽക്കുന്ന ഒരാൾക്ക് റബ്ബിനെ പറ്റി കേട്ടിട്ടില്ല. ആകെപ്പാടെ പരദൈവങ്ങളെയും പരബ്രഹ്മങ്ങളെയും ശൈത്താനെയും പിശാചിനെയും ജിന്നിനെയും അതേപോലെ തന്നെ മൺമറിഞ്ഞവരെ ഔലിയാക്കന്മാരും മാത്രം പറ്റി കേട്ടിട്ടുള്ളൂ. പോരാ, നിങ്ങൾക്ക് ഒരു റബ്ബുണ്ടാകണം. ആ റബ്ബ് ആരായിരിക്കണം എന്ന് നിങ്ങൾ അറിയണം. ആ റബ്ബിന്റെ നാമങ്ങൾ അറിയണം, ഗുണങ്ങൾ അറിയണം, വിശേഷണങ്ങൾ അറിയണം. ആ റബ്ബാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്, ഇത് മുഴുവൻ സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് ഭക്ഷണം നൽകുന്നത്, അന്നം നൽകുന്നത്, നമുക്ക് എല്ലാ വിധത്തിലും സംരക്ഷണം നൽകി, എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകി ഈ ലോകത്ത് നമ്മളെ ജീവിപ്പിക്കുന്നവൻ അള്ളാഹു ആകുന്നു. നമ്മുടെ ഖാലിഖ് അള്ളാഹു ആകുന്നു. നമ്മുടെ റാസിഖ് അള്ളാഹു അലാക്കാകുന്നു. നമ്മുടെ മടക്കം അള്ളാഹു ആകുന്നു. നമ്മുടെ എല്ലാം 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 ആയവൻ എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ. അനിഅ്ബുദൂനി, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ തൗഹീദ് റുബൂബിയത്ത് മനസ്സിലാക്കണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ? അള്ളാഹു ആണ് ലോകം സൃഷ്ടിച്ചവൻ എന്നറിയാൻ അത്രയധികം ബുദ്ധിയൊന്നും ആവശ്യമില്ല. എന്ത് വസ്തുക്കൾ ഉണ്ടായിരുന്നാലും ശരി, അത് മുഴുവൻ ഉണ്ടാക്കാൻ ഒരാൾ വേണം. അത് ഇല്ലാത്തൊരാ സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സൃഷ്ടാവില്ലാതെ, ഒരു സൃഷ്ടികർത്താവില്ലാതെ, ഒരു കമ്പനി ഇല്ലാതെ, ഒരു ഫാക്ടറി ഇല്ലാതെ ഒരു സാധനം തന്നെ മുളച്ചു പൊടിച്ചുണ്ടാവില്ല. ഒരു ഫർണിച്ചർ, ഒരു മേശ ഉണ്ടാവില്ല, കസേര ഇല്ല ഉണ്ടാവില്ല, പുസ്തകം ഉണ്ടാവില്ല. അതേപോലെ ദുനിയാവിൽ ഒരു സാധനവും തന്നെ മുളച്ചു പൊടിച്ചുണ്ടാവില്ല. പിന്നെന്ത് വേണം? അതിനൊരു വിത്ത് വേണം, അതിന് മണ്ണ് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, വളം വേണം. എന്ന പോലെ എല്ലാ വസ്തുക്കൾക്കും പുറകിൽ അതിനെ സൃഷ്ടിക്കുന്നതിന്റെ കാരണക്കാരൻ വേണം. ആ കാരണക്കാരൻ ഈ ലോകത്തിന് വേണ്ടേ, പ്രപഞ്ചത്തിന് വേണ്ടേ, സൂര്യചന്ദ്രാദികൾക്ക് വേണ്ടേ, ഈ ഗാലക്സിക്ക് വേണ്ടേ, യൂണിവേഴ്സിനൊപ്പം മുഴുവൻ എന്ത് വേണം? സൃഷ്ടാവ് വേണം. അതിന് ബുദ്ധിമതി, സാമാന്യ ബുദ്ധിമതി, സൽബുദ്ധി എന്ന് പറയും. നിഷേധമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ഒന്നും സമ്മതിക്കാത്ത അങ്ങനെ ഉള്ള ആളുകളല്ല. തലയിൽ ചോറുള്ള, തലയിൽ ലുബുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ യുക്തി തന്നെ പറയും. അതാണ് യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. യുക്തിഹീനമായ പ്രവൃത്തിയല്ല. എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണം. ഈ പ്രപഞ്ചത്തിനും ഒരു സൃഷ്ടാവ് വേണം. അപ്പൊ എന്നെ ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ പറയും, മുകളിലേക്ക് നോക്കിയിട്ട് എൻ്റെ സൃഷ്ടാവ് ദേ പരമോന്നതനാകുന്നു എന്ന് പറയും. അത് എനിക്ക് ആദ്യം തന്നെ അള്ളാഹു തന്നിട്ടുള്ള ഒരു അറിവാകുന്നു, ഒരു കരാറാകുന്നു അള്ളാഹു. ആ കരാറ് പാലിച്ചുവോ നിങ്ങൾ? ഇനി അതൊന്നുമല്ല എങ്കിൽ ബുദ്ധിയും യുക്തിയുമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ കണക്കാക്കാം. നമുക്ക് കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെ, അപ്പുറത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാൻ പറ്റാത്തത് നമ്മൾക്ക് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു സൃഷ്ടാവ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ദൈവികമായ രേഖകൾ അത് തെളിവാകുന്നു, പ്രവാചകന്മാർ തെളിവുകളാകുന്നു. ഇനി ഈ എന്ത് വിധത്തിലായിരുന്ന നന്ദി ചെയ്യണം. ഞാൻ ഒരു നന്മ ഒരാൾക്ക് ചെയ്താൽ ആ നന്മയ്ക്ക് പകരമായി കൊണ്ട് നന്മയാണ് ശരി, തിന്മയല്ല ശരി. ഇതെന്താണ്? ഇത് മനുഷ്യ സഹജമായി എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകുന്ന സത്യമായ ഒരു കാര്യമാകുന്നു. അതല്ലാത്തൊരു സ്വഭാവം ആരെങ്കിലും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്ദികേടാകുന്നു. നന്ദികേടാണ് വാസ്തവത്തിൽ അള്ളാഹുവിന് വേണ്ടാത്തത്. അള്ളാഹുവിനെ നിരസിക്കുന്ന നിരാസ്വം അഥവാ നിരീശ്വരത്വം, അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാകുന്ന അന്ധവിശ്വാസമാകുന്നു, അബദ്ധവിശ്വാസമാകുന്നു എന്ന ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. സൃഷ്ടാവ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ഒന്നിനും കഴിയാത്തവനാകുന്നു. എത്ര ഞാൻ മതിച്ചാലും ഉന്മാദിച്ചാലും ശരി, ഈ ദുനിയാവിൽ എനിക്ക് നിശ്ചയിച്ച നിർണയിച്ച സമയത്തിനേക്കാൾ ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ അഥവാ എൻ്റെ സെക്കൻഡ് തീർന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റേതെന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളെയും വിട്ടെറിഞ്ഞുകൊണ്ട് ഓടേണ്ടുന്ന നിസ്സഹായനായ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന ഒരു മരണത്തിൽ നിന്നും, ഒരു രോഗത്തിൽ നിന്നും, ഒരു കവർസ്ഥാനിൽ നിന്നും, ഒരു ഒരു മണ്ണറയിൽ നിന്നും എനിക്ക് ബുദ്ധി കൊണ്ട്, ബോധം കൊണ്ട്, തെളിവുകളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ തലയിൽ ചോറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഏകദൈവം, ഒരൊറ്റ ദൈവം, ഒരേ ഒരു ജനത, ഒരേ ഒരു സൃഷ്ടാവ്, അവനിലേക്ക് മാത്രം മടക്കം, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പരിശുദ്ധനായ പരമോന്നതനായ പടച്ച തമ്പുരാൻ, അവനിലേക്കുള്ള മാർഗം, രാജകീയമായ ആ പാത,
അതാകുന്നു ഏകദൈവ വിശ്വാസത്തിന്റെ പാത എന്ന് പറയുന്നത്. അവിടെ സൃഷ്ടികൾക്ക് യാതൊരു ബന്ധവുമില്ല. സൃഷ്ടാവും സൃഷ്ടിയുമായി കൊണ്ട് നേർക്കുനേരെയുള്ള ബന്ധം, അതാണ് തൗഹീദ്. സഹോദരന്മാരെ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് അനിഅബ്ദുനി യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറി. മനുഷ്യന്മാരെ, ജനങ്ങളെ, നിങ്ങൾക്ക് ഏകദൈവമല്ലാത്ത മറ്റൊരു ദൈവമില്ല, ഒരു ബിംബമില്ല, ഒരു പ്രതിമയില്ല, ഒരു മൺമറഞ്ഞവരില്ല, ഒരാളെയും നിങ്ങൾ ആരാധിക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് വേണം? ഉഅ്ബുദുല്ലാഹ്, രക്ഷിതാവായ സ്രഷ്ടാവായ ആരാധ്യർക്ക് അർഹനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന് പറയാതെ ഒരു പ്രവാചകന്മാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളും പറയുന്നുണ്ട്. ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് ആദ്യ സമൂഹത്തിന്റെ ആ മനുഷ്യരോട്, അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തോട് പറഞ്ഞ സാലിഹ് നബിയുടെ വാക്ക് നിങ്ങൾ കേൾക്കാം. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതല്ല എല്ലാ പ്രവാചകന്മാരും, ഷുഐബ് നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 25 പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിൽ മുഴുവൻ പറഞ്ഞതും അതല്ല. ലക്ഷോപലക്ഷം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെല്ലാവരും പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ, എനിക്ക് മുമ്പുള്ള ഒരൊറ്റ പ്രവാചകന്മാരും പറയാതിരുന്നിട്ടില്ല. അവരെ എല്ലാവരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ്? ഇല്ലാ നൂഹി ഇലൈഹി, അവരോട് വഹി നൽകപ്പെട്ടിട്ടല്ലാതെ അവരാരും നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്താണ് വഹി നൽകപ്പെട്ടത്? ദിവ്യബോധനം. എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന ദിവ്യബോധനമാകുന്നു എല്ലാവർക്കും നൽകിയത്. ആ ദിവ്യബോധനമില്ലാതെ ഒരൊറ്റ മനുഷ്യന്മാരും ഒരൊറ്റ പ്രവാചകന്മാരും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രവാചകന്മാർ വന്നത് മുഴുവൻ ഈ ഏകദൈവ വിശ്വാസം, ഈ തൗഹീദ് പറയാനായിരുന്നു. അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത് മുഴുവൻ ഈ തൗഹീദ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ പരമോന്നതമായ പരിശുദ്ധമായ വചനം പറയാൻ വേണ്ടിയിട്ടാണ് അത് വിശ്വാസം ഉണ്ടാകണം. അതിനടിസ്ഥാനപരമായി കൊണ്ട് എന്ത് വേണം? വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ താക്കോലാകുന്നു, വേഗം ഈസി ആയിട്ട് കടന്നു പോകാം സ്വർഗത്തിലേക്ക്. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന് രക്ഷപ്പെടും എന്ത് തോന്നിയ ഇല്ല. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ. ഒരുപാട് ജനവിഭാഗങ്ങൾ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, ജിബില്ലൻ സമുദായം, സമൂഹങ്ങള്, മിങ്കും നിങ്ങളിൽപ്പെട്ട, വാ ആൻഡ് ലഖദ് ഉറപ്പായിട്ടും അതല്ല പിഴച്ചു പോയിട്ടുണ്ട്, പഴപ്പിച്ചിട്ടുണ്ട് പിശാജ്. അഫലം തക്കൂനു തക്കലുണ്ടോ? നിങ്ങൾ ആലോചിച്ചൂടെ? നിങ്ങൾക്കൊന്നും ബുദ്ധി വെച്ചിട്ട് ആലോചിച്ചൂടെ? പഠിക്കുക, മനസ്സിലാക്കുക. കഴിഞ്ഞു പോയ ആളുകളൊക്കെ എങ്ങനെയാണ് മരിച്ചത്, എങ്ങനെയാണ് അവരെ കൊന്നത്, എങ്ങനെയാണ് അവർ നശിപ്പിച്ചത്, എങ്ങനെയാണ് അവർക്ക് ശിക്ഷ ഇറങ്ങിയത്, എന്താ അതിന്റെ കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൂടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതിന് എന്താണ് കാരണം വെച്ചാല്, ചില വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ അല്ലാത്തവരെ വിളിച്ച് തേടുകയും അല്ലാത്തവരോട് സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അറിയണം. യഥാർത്ഥത്തിൽ ആരാധ്യൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് യാതൊരു വിധത്തിലുമുള്ള ആരാധനയുടെ ഇനത്തിൽപ്പെടുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യാൻ പാടില്ല. സാമ്പത്തികമായ ആരാധനകൾ, ദാനമായിരുന്നാലും ധർമ്മമായിരുന്നാലും ചെലവഴിക്കലായിരുന്നാലും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നാൽ അത് ആരാധനയാകുന്നു, സമ്പത്ത് കൊണ്ടുള്ള. അതുപോലെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയി കഴിഞ്ഞിരുന്നാൽ ആ ജപം, ആ മന്ത്രം, അത് മുഴുവൻ ആരാധനയാകുന്നു. അതുപോലെ തന്നെ പരമോന്നതമായ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അധ്വാനം, ബുദ്ധിമുട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത് മുഴുവൻ ആരാധനകളാകുന്നു അള്ളാഹുടെ തൃപ്തി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. അതിന്റെ ഇടയിൽ കൂടെ അല്ലാത്ത ഒരാൾ ഇതിന്റെ അടുത്തേക്ക് കയറി വന്നാലോ അപ്പോ അത് ശിർക്കായി മാറും. അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് തൃപ്തിക്ക് വേണ്ടി കഴിഞ്ഞാൽ, അല്ലാത്ത ഒരാൾക്ക് വേണ്ടി സുജൂദ് ചെയ്ത്, റുക്കൂ ചെയ്ത്, തവാഫ് ചെയ്ത്, ബലിയറുത്ത്, നേർച്ച നേർന്ന്, അപ്പൊ ശിർക്കായി തീർന്നു. അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അത് ആരാധനയായി തീർന്നു. അപ്പൊ എന്ത് വേണം? ലാ ഇലാഹ, യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹത നിനക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള
വാക്കിന്റെ വാചകത്തിന്റെ അർത്ഥം അറിയണം. അർത്ഥം അറിഞ്ഞാൽ മാത്രം പോരാ, അത് നല്ല ഉറപ്പുണ്ടാകണം. എന്ത് ചെയ്യുമ്പോഴും മനസ്സിനകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉറപ്പുണ്ടാകണം. എങ്ങനെ? മനസ്സറിഞ്ഞ നിലയിൽ, ആത്മാർത്ഥമായ നിലയിൽ അറിവുണ്ടാകണം, അത് ഉറപ്പുണ്ടാകണം. അത് ആത്മാർത്ഥമായിരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് തുറന്നു വന്ന കാര്യമാണ് എന്ന ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം ഞാൻ പറയുന്നത്. അത് സത്യസന്ധമായിരിക്കണം, വളരെ ട്രൂത്ത്ഫുൾ ആയ നിലയിൽ, വളരെയധികം എനിക്ക് ഞാൻ എവിടെയും ആരുടെ മുന്നിലും ഈ സത്യം തുറന്നു പറയുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ടാകണം. അവയെ വാക്കിനോട്, വചനത്തിനോട്, ആ അള്ളാഹുവിനോട് എനിക്ക് അതിരറ്റ സ്നേഹം ഉണ്ടാകണം. അപ്പോഴൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലമുള്ളൂ. അല്ലാണ്ട് വെറുതെ ചർവിതം നടത്തുന്നത് പോലെ ആളുകൾ ആവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലല്ല, പറച്ചിലിന്റെ എണ്ണല്ല, ഉള്ളിൽ തട്ടിക്കൊണ്ട്, ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട്, ഹൃദയത്തെ മഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിന് സകലതും വഴിപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു വാക്കായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആകുമ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലമുള്ളൂ. അതാണ് തൗഹീദ്. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. എനിക്ക് നീ ആരാധന ചെയ്യണമെന്ന് പറഞ്ഞാല്, ഈ ആരാധന ചെയ്യാൻ കൽപ്പിക്കുന്ന വചനത്തെ സംബന്ധിച്ച് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന മാനസികമായ 100% സ്വീകാര്യത. അതിനെതിരിൽ എന്ത് പറഞ്ഞിരുന്നാലും ശരി, അതിനെതിരിൽ ഏത് കള്ള ദൈവങ്ങൾ ഉണ്ടായാലും, വ്യാജവാദങ്ങൾ ഉണ്ടായിരുന്നാലും അതെല്ലാം തന്നെ നിഷേധിക്കാൻ, അതൊന്നും സത്യമല്ല എന്ന് വെട്ടിത്തുറന്നുറപ്പിച്ച് അലറി മുറിച്ചുകൊണ്ട് പറയാൻ ഉള്ള ഒരു ധൈര്യം, ഒരു ചങ്കൂറ്റം ഉണ്ടാകണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ മിണ്ടാതിരുന്ന ഒരു മരത്തിന് മുകളിൽ, മരത്തിനടിയിൽ ചെന്ന് ചമ്രം പടഞ്ഞിരുന്നു കൊണ്ട്, കണ്ണടച്ചുകൊണ്ട് ഒരുപാട് മന്ത്രം ഉച്ചരിച്ചാൽ ആ തൗഹീദ്, അത് അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട്, ഉറപ്പോടും ആത്മാർത്ഥതയോടും കൂടി, സത്യസന്ധമായ നിലയിൽ സ്നേഹവും കൊണ്ട് അള്ളാഹുലേക്ക് കീഴ്പ്പെടുത്ത് മനസ്സ് മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നിഷേധത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരാളെപ്പോലെ ആവുകയില്ല. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വചനമാകുന്നത്. അതുകൊണ്ട് അമ്പിയാക്കന്മാരെല്ലാവരും, ഗ്രന്ഥങ്ങളെല്ലാതും ഇതേ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ഈ ലക്ഷ്യത്തിന് വേണ്ടി. വിശുദ്ധ ഖുർആൻ, സത്യവിശ്വാസികൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഖുർആൻ, നിങ്ങളൊന്ന് എടുത്തു നോക്കിയ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെ നിറച്ച് തൗഹീദാണ്, നിറച്ച് ഏകദൈവ വിശ്വാസമാണ്. തൗഹീദ് ഇല്ലാത്തൊരു വചനമില്ല. മിനി പ്രവാചകന്മാരെ അറിയിച്ചിട്ടുള്ള റിസാലത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? റിസാലത്ത് ഞാൻ പറയാറില്ലേ, 3 വിഷയമുണ്ട്: തൗഹീദ് ഉണ്ട്, റിസാലത്തുണ്ട്, ആഖിറത്തുണ്ട് എന്ന് പറയാറില്ലേ? റിസാലത്ത് എന്തിനു വേണ്ടിയിട്ടാ? റിസാലത്ത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ആഖിറത്ത് എന്തിനു വേണ്ടിയിട്ടാ? ആഖിറത്ത് തൗഹീദ് അനുസരിച്ചവർക്ക് പ്രതിഫലം കൊടുക്കാൻ, തൗഹീദ് നിഷേധിച്ചവർക്കുള്ള ശിക്ഷ കൊടുക്കാനും. അത് തന്നെ ആഖിറത്ത്. അപ്പൊ തൗഹീദാകുന്നു സർവപ്രധാനമായത്. മനുഷ്യന് മനുഷ്യനാകാൻ പറ്റണമെങ്കിൽ അവൻ എന്ത് വേണം? തൗഹീദ് അനുസരിക്കണം. അവനെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് അവൻക്ക് അറിയണ്ടേ? എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അവൻ സ്വർഗം നരകം ഈ 2 കാര്യങ്ങളിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? റബ്ബിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് മുസ്തഖീം. യാസീൻ ഇങ്ങനെ മരിച്ചോടത്ത് വെച്ചിട്ട് ഓതുന്നു, മരിച്ചതിന്റെ തലക്കും പുറത്ത് ഓതുന്നു, മരിച്ചു കഴിഞ്ഞിട്ട് ഓതുന്നു, കവറുടെ മുകളിൽ ഓതുന്നു, കാശ് മേടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. മുസ്തഖീം. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സുഹൃത്തുക്കളെ, കബറിന്റെ മുകളിൽ നിന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തത് കൊണ്ട് ആ കബറാളിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കൂല. അയാൾക്ക് വേണ്ടി ദാനം ചെയ്തോ, ധർമ്മം ചെയ്തോ, ദുആ ചെയ്തോ, എന്നാൽ അത് ആൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചേക്കാം. പക്ഷെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ലഭിക്കൂലെന്ന് ഇമാം ഷാഫിയെ പോലുള്ള ഇമാം നവവി, ഇമാം ഷാഫി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടൂല. ഖുർആൻ അയാൾ ഓതണം, ഒരാൾ തന്നെ ഓതണം. അതല്ലാതെ വേറൊരാൾ അയാൾക്ക് വേണ്ടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടൂല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് തീരെ പ്രതിഫലം കിട്ടൂല. കാരണം വെച്ചാൽ മരിച്ച ആളെ ഇരുത്തിരുന്നിട്ട് ഈ കൂലിപ്പട്ടാളം വന്നിരുന്ന് ഓതുമ്പോൾ ആ കൂലിപ്പട്ടാളത്തിന്റെ വിചാരം എന്താണ്? കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. യാസീന് ഒരു കൂലി, അരക്കത്തത്തിന് ഒരു കൂലി, മുഴുവൻ കത്തത്തിന് ഒരു കൂലി. ഈ കൂലി കിട്ടും എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് ഒരു തൊഴിലാളി വർഗം വന്നിരുന്ന് ഓതാണ്. അപ്പൊ അവരുടെ കൂലി ഇവിടുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ആഖിറത്തിൽ തീരെ കൂലി കിട്ടൂല. ഇനി ആഖിറത്തിൽ ചെന്നാലോ,
അവിടുന്ന് ഒട്ടും കൂലി കിട്ടൂല. കാരണം എന്താണ്? നിങ്ങളുടെ കൂലി പരലോകത്ത് ദുനിയാവിലായിരുന്നു, അവിടുന്ന് മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ദുനിയാവിൽ കൂലി കിട്ടിയ കാര്യത്തിന് ഇവിടെ ആഖിറത്തിൽ കൂലി കിട്ടൂല എന്ന് പറയും. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും കൂലി കിട്ടാത്ത ഒരു പണിയാണ് ഈ ഖബറിന്റെ മുകളിലും മരിച്ചവർക്ക് വേണ്ടിയിട്ടും ഇരുന്നിട്ട് ഓതുന്ന ഓത്ത്. പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട്, ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി, ശുക്ർ ചെയ്യുന്നതിന് വേണ്ടി, അർത്ഥമറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടി, അല്ല മരിച്ച ആൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ ഒക്കെ ഓതിക്കഴിഞ്ഞാൽ ശരി, അത് നല്ലത്. കാരണം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരാൾ ഒരു ഖുർആനിൽ നിന്നൊരു വചനം ഓതിക്കഴിഞ്ഞാൽ ഒരു അക്ഷരത്തിന് അതുകൊണ്ട് 10 പ്രതിഫലമുണ്ട്. അനൽ ആഖുലു അലിഫ് ലാം മീം ഹർഫ്, അലിഫും ലാമും മീമും ഒരു ഹർഫല്ല, അത് 10 ഹർഫാകുന്നു. അതുകൊണ്ട് 10 കൂലി കിട്ടും. കൂലി കിട്ടൂല എന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലും നെയ്യത്തനുസരിച്ചാണ്. അപ്പോൾ ഒരാൾ മരിച്ചോടത്ത് നിന്നിരുന്ന് ഓതുന്നത് എനിക്ക് നിസ്കരിക്കാൻ നേരമില്ല, എനിക്ക് ഖബറിന്റെ അവിടെ പോകാൻ നേരമില്ല, എനിക്ക് എന്തില്ല, എനിക്ക് ഇങ്ങനെ ഭയങ്കര തിരക്കാ. ഇന്നത്തെ തിരക്ക് ഈ മരിച്ച ആൾ അവിടെ കിടക്കണ്, പക്ഷെ മയ്യത്തിൽ കൂടാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കാനോ ഖബറിന്റെ മുകളിൽ തസ്ബീഹത്ത് ചെല്ലാനോ ഒന്നും നേരമില്ല. ഞാനൊരു യാസീൻ അങ്ങോട്ട് എത്തിക്കാൻ പോകണം. അങ്ങനെ ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയാം. തൃശ്ശൂരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാസീൻ എത്തിക്കുക. അങ്ങനെ എത്തണ്ട, നിങ്ങൾക്ക് തന്നെ ആദ്യം എത്തുമെന്ന് നോക്ക്, എന്നിട്ട് പിന്നെ വേറെയുള്ള ആൾക്ക് എത്തിക്കാം. വാനി എഴുപതോനി, എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ട് നീ എന്നെ ആരാധിക്കാറുണ്ടാ എന്ന് ആലോചിച്ച് നോക്ക്. ആരെയാണ് ആരാധിക്കുന്നത്? ആരെയാണ് പേടി? നാട്ടുകാർ പേടിച്ചിട്ട് യാസീൻ എത്തിക്കുന്നത്. മരിച്ച ആൾക്ക് വൈദാ മാത്ത ഫത്ബഅഹു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്തുടരുക, അയാൾക്ക് മയ്യത്ത് നമസ്കരിക്കുക, അയാൾ കബറടക്കുക. കബറടക്കി കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹമു. ഒരു ഒട്ടകത്തിന് അറുത്ത് കൊടുത്ത് വിതരണം ചെയ്ത് തീരണ അത്രക്ക് നേരം കബറിന്റെ മുകളിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് സുന്നത്ത്. അതല്ലാണ്ട് എത്തിക്കേണ്ട ആരും എത്തിക്കാൻ പറഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. അല്ലെങ്കിൽ യാസീൻ്റെ അർത്ഥം അറിയുമെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് സ്വന്തം ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുക. അതാണ് അള്ളാഹ് പറഞ്ഞത്, അനിയബുദൂനി, എന്നെ ആരാധിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഓതുന്നതെങ്കിൽ എന്താണ് അത് കൂലി കിട്ടും, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അല്ല മയ്യത്തിന് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോരാ പോരാ പോരാ. അപ്പോൾ അനിയബുദൂനി ഫസ്വല്ലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞില്ലേ? നിനക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നാക്കൽ കൗസർ. അപ്പൊ നീ ചെയ്യേണ്ടതാണ് ഫസല്ലി റബ്ബിക, റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഇറക്ക്. അപ്പുറത്ത് വേറെ സുഹൃത്തിൽ പറഞ്ഞില്ലേ, അല്ലദീനഹും വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താണ്? അല്ലദീനഹും യുറാവും, വേറെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിസ്കരിക്കണത്, അങ്ങനത്തെ ആൾക്ക് നാശമാണ്. ഇപ്പൊ ഇവിടെ ഈ ആസീനോദന ആർക്കണ്? അല്ലെങ്കിൽ ആളെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അങ്ങനെ വിചാരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകുന്നു? അത് അള്ളാഹ്ക്കുള്ള ആരാധനയാവൂല, അത് ആളുകൾക്കുള്ള ആരാധനയായിട്ട് മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ അള്ളാഹ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അനിയബുദൂനി. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അള്ളാഹുവിനാണ്, എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക്, എല്ലാം അള്ളാഹുവിന്റെ കൂലിക്ക്. ഒരു കാര്യം ഇബ്ലീസിനും വേണ്ട, ശൈത്താനുക്കും വേണ്ട, ജിന്നിനും വേണ്ട, മലക്കിനും വേണ്ട, അല്ല ഒരു ഔലിയാക്കും ഒരു അമ്പിയാക്കും വേണ്ടിയിട്ട്, അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. ആത്യന്തികമായി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആണെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് മനസ്സിലാക്കണം. അതാണ് വാസ്തവത്തിൽ എന്ത്? അള്ളാഹുവിലുള്ള വിശ്വാസം. അന്തു മിനബില്ലാ, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണം. വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈറിഹി വശർറിഹി മിനല്ലാഹി തആല. അതാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈമാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം. അത് ഖുർആന്റെ മുഴുവൻ തൗഹീദാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആന്റെ തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതിന് വാസ്തവത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അലം അഹദിയിലേക്കും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ ചെയ്തത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂൽ എത്ര സഹാബികളോടൊക്കെ ഇഷ്ടമായിരുന്നു, എല്ലാവരോടും ഇഷ്ടമായിരുന്നു. സഹാബികൾക്ക് റസൂലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യണാര് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വളരെ സ്നേഹമാണ് റസൂലുള്ളാഹിക്ക് അയാളോട്. ഒരു കഴുതപ്പുറത്ത് വാസ്തവത്തിൽ ഒരാൾക്ക് ഇരിക്കാനുള്ളത് ഉള്ളൂ, എന്നാൽ ഒരാളെയും കൂടി നമുക്ക് കയറ്റാന്ന് പറഞ്ഞാൽ
വേണ്ട മോനെ, നീ നടന്നു വന്നാൽ മതി, ഇതിനൊരാൾക്കുള്ളതെന്ന് നമ്മൾ പറയുള്ളൂ. നമ്മൾ അങ്ങനെ കഴുതപ്പുറത്ത് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെയും കയറ്റി. മുആദിനോട് പറഞ്ഞു, എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. മുആദ്, അപ്പൊ അള്ളാഹിനെ തന്നെയാണ്, നിന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്. ആരെന്ന് പറയുന്നത്? റസൂലുള്ള പറയണ്, മുആദേ നിന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹദീസ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാലേ, നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരണം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് കേട്ട വഴിക്ക് തന്നെ ഈ, അബി ഉമ്മി, എൻ്റെ ഉമ്മാൻ തന്നെയാണ്, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ വാപ്പ, അവരെക്കാൾ വലുതായിക്കൊണ്ട് യാ റസൂലല്ലാ ഇന്നി ലഉഹിബ്ബുക, അള്ളാഹിന്റെ റസൂലെ നിങ്ങളോട് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാകുന്നു റസൂലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആര് പറഞ്ഞു? മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു. മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഒരു രണ്ടും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കും ഒരു കാര്യം, റസൂലുള്ള പറഞ്ഞത് സത്യമാണ്, സഹിയായ ഹദീസാണ്. മുആദേ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യാ മുആദ്, മുആദേ, റസൂലുള്ള വിളിക്കണം. രണ്ടാളും യാത്ര ചെയ്യാ. ലബൈക്ക് വസഅദൈക്ക്, എന്താ റസൂലെ, നമ്മളെ കൊച്ചു നോക്കില്ല, വിളിച്ചാ വിളി നോക്കണം. അങ്ങനെ ലബൈക്ക് വസഅദൈക്ക്, ഞാൻ ഉത്തരം നൽകി റസൂലുള്ള. എന്താണ്? നിനക്കറിയോ മുആദേ ഒരു കാര്യം, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, എന്താണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന, മാ ഹഖുല്ലാഹി, അള്ളാഹുടെ അവകാശം എന്താണ്, അലൽ ഇബാദ്, ആ അടിമയുടെ പേടി. ഒരു അടിമയിൽ നിന്ന് അള്ളാഹുവിന് എന്ത് അവകാശമാണ് ലഭിക്കേണ്ടത്? എന്താണ് അവകാശം ഒരു അടിമയിൽ നിന്ന് മനുഷ്യൻ ആ അള്ളാഹുവിനുള്ള അവകാശം എന്താണ്? അതേപോലെ തന്നെ റസൂൽ ചോദിച്ചു, വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളുടെ അവകാശം എന്താണ് അള്ളാഹുവിൽ നിന്ന്? അള്ളാഹുവിന് എന്ത് അവകാശമാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകേണ്ടത്? വമാ ഹഖുൽ ഇബാദ് അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലുള്ള അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന, അള്ളാഹു നൽകേണ്ടുന്ന അള്ളാഹുവിന്റെ ബാധ്യതയായ അവകാശം എന്താണ് ഒരു അടിമക്ക് ലഭിക്കേണ്ടത്? എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് എന്ത് കിട്ടണം, അള്ളാഹുവിന് മനുഷ്യനിൽ നിന്ന് എന്ത് കിട്ടണം? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ചോദിച്ചപ്പോൾ ആരും അങ്ങനെ തന്നെ എടുത്ത് മറുപടി പറയാറില്ല. റസൂലുള്ളാഹിയുടെ ചോദ്യത്തിന്റെ മറുപടി അള്ളാഹു റസൂലും ആലം, അള്ളാഹ് അള്ളാഹ് ഒരു മനുഷ്യനാണെങ്കിൽ, അള്ളാഹിന്റെ അടിമയാണെങ്കിൽ, അള്ളാഹുവിന്റെ മഖലൂക്കാണെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് മാത്രമല്ല, വലായുശ്രിക് ബിഹി ഷൈഅ, ഒരു നിലക്കും ഒരു ശിർക്കും ചെയ്യാൻ പാടില്ല. ഇതാണ് ബാധ്യത, മനസ്സിലാക്കേണ്ടത്. ഇതാര് പറഞ്ഞതിന്? റസൂൽ പറഞ്ഞു. ആരോട് പറഞ്ഞു? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എങ്ങനത്തെ മുആദ്? ഏറ്റവും റസൂലുള്ളാഹിക്ക് ഹബീബായ ഒരു ശിഷ്യൻ. ആ ശിഷ്യനോട് പറഞ്ഞാണ്, ഇതാണ് മോനെ അവകാശം, ഇത് കേട്ടോ നീ. ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം, അള്ളാഹുവിന്റെ ബാധ്യത അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, ഒരു ശിർക്കും ചെയ്യാത്തവനെ ഒരു നിലക്കും ശിക്ഷിക്കാതിരിക്കുക എന്നതാകുന്നു അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം. സുബ്ഹാനല്ലാഹ്. ഇതാര് പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവ, ഇമാതിരിയുള്ള വർത്താനൊന്നും റസൂലുള്ള വെറുതെ പറയൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹ, ഒരു തരി ശിർക്ക് പോലും ചെയ്തിട്ടില്ലേ അവനെ ഒരു നിലക്കും ശിക്ഷിക്കാൻ പാടില്ല എന്നതാകുന്നു അള്ളാഹുവിന്റെ ബാധ്യത. അള്ളാഹുവിനോട് നമുക്കുള്ള ബാധ്യത ഒരു ശിർക്കും ചെയ്യാത്ത വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാകുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ഐഡിയകൾ മിന്നി പറഞ്ഞു. പടച്ചോനെ, ഒരു ശിർക്കും ചെയ്യാത്ത ഒരാൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ കടക്കുന്ന ലഭ്യ പറഞ്ഞതിന്റെ അർത്ഥം. നരകത്തി ഒരിക്കലും കടക്കൂല എന്നല്ലേ അതിന്റെ അർത്ഥം. എന്നാൽ അലാ തുബശ്ശിറുന്നാസ യാ റസൂലല്ലാഹ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഈ കാര്യം ആളുകളോടൊക്കെ ചെന്ന് പറയട്ടെ, മാർക്കറ്റിൽ പോയിട്ട് എല്ലാവരും ഈ കാര്യം വിളിച്ച് പറയട്ടെ? എന്താണ് പറഞ്ഞത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജാണ്.
ഇതെല്ലാവരോടും പറയട്ടെ, ഇപ്പൊ അറിയിക്കട്ടെ എല്ലാവരെയും എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള ഇപ്പൊ കൊളം പറഞ്ഞു, ഇല്ല, ലാ തുബശ്ശിറൂ, എല്ലാരോടും ഈ കാര്യം ഇപ്പൊ പറയണ്ട. ഇപ്പൊ ഈ ഒരു രഹസ്യം, തൗഹീദിന്റെ രഹസ്യം, സ്വർഗത്തിന്റെ താക്കോലാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രഹസ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചാലുള്ള ഏറ്റവും മേന്മ നിറഞ്ഞ ഏറ്റവും ഗുണകരമായ ഒരു രഹസ്യം ഇത്. ലാ തുബശ്ശിറൂ, നീ ആരെയും അറിയിക്കണ്ട. അവരെല്ലാവരും അവരെല്ലാവരും ഒരുപക്ഷെ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഒഴിവാക്കിയേക്കാം. അതുകൊണ്ട് നീ ഇക്കാര്യം അറിയിക്കരുത് എന്ന് പറഞ്ഞു. പ്രവാചകന്റെ മരണശേഷം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അമൂല്യമായ അറിവ് ഒരുപക്ഷെ പിൽക്കാലത്തുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ ഒരു കുറ്റക്കാരനായി തീരേണ്ട എന്ന് പേടിച്ചുകൊണ്ട് മരണത്തിന് ശേഷം അറിയിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. എന്ത്? ഹക്കുല്ലാഹി അലലിബാദ് ഹക്കുല്ലിബാദി അലല്ലാ എന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇതാണ് ഹഖീഖത്തു തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദിന്റെ ഹഖീഖത്ത് ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ, ഇത്രക്ക് മാത്രം വന്നിട്ടും നമ്മുടെ ഈ അധ്യായത്തിന്റെ ആത്മാവിൽപ്പെട്ട ഏറ്റവും പരമാത്മാവായിട്ടുള്ള തൗഹീദ്, ഇത് ഈ 4 ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ തൗഹീദ് കിട്ടാതെ പോകുമോ ഈ ആയത്തിൽ നിന്ന് എന്ന് നാം ഒരുപക്ഷെ ധരിച്ചേക്കാം. വേണ്ട, കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞതുപോലെ പല ആളുകളെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ ഗ്രാമീണരായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ആള് പറഞ്ഞില്ലേ, ഞാനെങ്ങാനും അല്ലല്ലാത്ത ആളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി. അതേപോലെ തന്നെ വേറെയും ചില ആളുകൾ ലഅല്ലഹും യുൻസറൂൻ, സഹായം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലല്ലാത്ത ഔലിയാക്കളോട് വിളിച്ച് തേടുന്ന ചില ആളുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും തൗഹീദ് തന്നെയാണ്. അതേപോലെ തന്നെ ഈ അധ്യായത്തിന്റെ അവസാനത്തിലും പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു അല്ല സുബ്ഹാനല്ലദീ ബിയദിഹിൽ മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ എന്ന ആ തൗഹീദിന്റെ വചനം. ഇതൊക്കെ പല സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ശരി, ഈ ഒരൊറ്റ ക്ലാസ് ഇത് തീർച്ചയായിട്ടും തൗഹീദാകുന്നു പരമപ്രധാനമായത്, പരമോന്നതമായത്, മഹത്തായത്, മഹോന്നതമായത്. തൗഹീദാകുന്നു നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. തൗഹീദാകുന്നു പ്രമാണം നമ്മുടേത്. അതാകുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് നിങ്ങൾ അറിയണം. അതാണ് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടി പൊട്ടുന്നതിന് മുമ്പ്, അടി കിട്ടുന്നതിന് മുമ്പ് പടച്ചാമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലം അഹദിയിലേക്കും. നിന്നോടല്ല ഞാൻ പറഞ്ഞത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നോട് ഞാൻ കരാർ ചെയ്തിട്ടുള്ളതല്ലേ ചെയ്യരുത്. എന്നിട്ടാണ് പിന്നെ ഈ ലൈനിൽ നിൽക്കുന്നത്, മാറി നിൽക്ക് വംതാസുൽ യൗം, ഇന്നവിടുന്ന് മാറിക്ക്, നരകത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലുള്ള വഴിയിലേക്ക് നിൽക്കണം. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. കുറേ ആളുകൾ ഇതേപോലെ പറ്റിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഹാദിഹി ജഹന്നമല്ലദീ കുന്തും തുഅദൂൻ. എന്നിട്ട് പറയണ നരകം, അതിന് നരകം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നരകം എന്ന് പറഞ്ഞാൽ ഈ ഇതാർക്കണ്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചാണ്. നിങ്ങൾ ഇവിടെ സ്വർഗത്തിന്റെ പുറകിൽ നിന്നിട്ട് കൂടി നേരം കളയണ്ട. ലൈൻ മാറി നിന്ന് പോയതാണ്, തെറ്റി നിന്ന് പോയതാണ്. ഈ ലൈനിലല്ല നിങ്ങൾ നിൽക്കേണ്ടത്. വംതാസുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾ മാറി നിൽക്ക്. മുജിരിമിങ്ങളെ, മുജിരിം എന്ന് പറഞ്ഞാൽ ജുർമ ചെയ്തവർ. അപ്പോൾ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മറ്റൊന്നിനെയും ആരാധിക്കാതെ. കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ശിർക്കില്ലാത്ത വിധത്തിൽ അള്ളാഹിനെ ആരാധിക്കണം. വബിദാലിക ഉമിർതു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എന്നോട് കൽപ്പിച്ചത്. എന്താണ് കാരണം? എൻ്റെ നിസ്കാരം അള്ളാഹ്ക്കണം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതേപോലെ തന്നെ ജീവിതം, മരണം, എൻ്റെ ബലി, എൻ്റെ എല്ലാം അള്ളാഹ്ക്കല്ലാണ്ട് ഒരാൾക്കും യാതൊരു വിധത്തിലുള്ള ഒരു ഇബാദത്തും ഞാൻ ചെയ്യൂല. അല്ലാത്ത ഒരാളെ മുന്നിൽ ഞാൻ കുമ്പിടൂല. അല്ലാത്ത ഒരാളെയും, അല്ല പറയാത്ത ഒരാളെയും, റസൂലുള്ളാഹിനെ തന്നെ അനുസരിക്കുന്നത് അല്ല പറഞ്ഞുകൊണ്ടാണ്. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് അല്ല പറഞ്ഞുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അല്ല പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ആകുന്നു പരമോന്നതൻ. വബിദാലിക ഉമിർത്തു, അതുകൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ്, അല്ലേ? ഇനി അതല്ല, ഇതിന്റെ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നാൽ പോലും ഷിർക്ക് ചെയ്താൽ എന്തായി പോകും? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബിതന്ന അമലുക വലതകൂനന്ന ലയഹ്ബതന്ന എന്നാണ്, അല്ലേ? ബാഇന് ഫത്താണ്. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരിൻ. റസൂൽ തുടർന്ന് പറഞ്ഞു, ആരും റസൂലുള്ള
ആരാണ് റസൂലുള്ള? റസൂലുള്ള ഒരു ലോകത്തെ മഹലൂക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളലായ ഖൽക്കാണ്. അഫ്ളലുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅ്സൂമായ റസൂലുള്ള, ഷിർക്ക് ജീവിതത്തിൽ വരാത്ത റസൂലുള്ള. അങ്ങനത്തെ റസൂലിനോട് പറയുന്നത്, എടവും മുഹമ്മദ് നീയാണ് ഷിർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ തന്നെയും നിന്റെ പ്രവൃത്തി മൊത്തം ബാത്തിലായി പോകും, നീ മൊത്തം എന്തായി പോകും, നശിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഷിർക്ക് വരരുതെന്ന് പറയാനുള്ള കാരണം. വലൗ അശ്റകൂ ലഹബിത മാ കാനൂ യഅമലൂൻ. ആരായാലും ശരി, അമ്പിയാക്കന്മാരായിരുന്നാലും ഔലിയാക്കന്മാരായിരുന്നാലും സാലിഹ്യങ്ങളും സിദ്ദീഖുകളും ശുഹദാക്കളും, റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ട് പറയാൻ വിഷമില്ലെങ്കിൽ പിന്നെ ആരെ പേര് പറഞ്ഞാൽ എന്താണ്? സ്വർണത്തിന്റെ സൂചി കൊണ്ടാണ് നിങ്ങൾ കുത്തുന്നത് കണ്ണിൽ, അത് സ്വർണ്ണമായി പോയി എന്ന് വിചാരിച്ചിട്ട് കുത്തുകൊള്ളാതിരിക്കുകയോ കണ്ണ് പൊട്ടാതിരിക്കുകയോ ചെയ്യൂല. അപ്പൊ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, പഠിച്ചോനെ എന്നെ നീ രക്ഷിക്കണമെന്ന്. ഷിർക്കിന്റെ ആ കൊടും തൂണായിരുന്നു, ഏറ്റവും വലിയ സ്തംഭമായിരുന്നു, ഷിർക്കിനെതിരിലുള്ള തൗഹീദിന്റെ കാഹളമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചെന്നാണ്, പഠിച്ചോനെ എന്നെ എൻ്റെ മക്കളെ ഈ ഷിർക്ക് ചെയ്യാത്ത വിധത്തിൽ ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തണേന്ന്. ബിംബത്തിനെ ആരാധിക്കോ? ഇല്ല, ബിംബത്തിനെ ആരാധിക്കുന്ന ഒരു വാപ്പാടെ മോനായിട്ട് ആ ബിംബത്തിനെ വെക്കുന്നതിന്റെ പേരിൽ വഴക്കായി വീട്ടിൽ നിന്ന് പുറത്താക്കി വന്ന് പ്രവാചകനായി പ്രവാചകത്തെ പണി ചെയ്തിരുന്ന ഇബ്രാഹിം നബി പറയുന്നത് എന്നെ അതിന്ന് അകറ്റാണ്. അപ്പൊ ഷിർക്ക് എങ്ങനെയൊക്കെ വരും എന്ന് ആലോചിച്ച് നോക്കും. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇനി യാക്കൂബ് നബി, നബിയുടെ മക്കള് ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ യാക്കൂബ് നബി മരിക്കാൻ നേരത്ത് മക്കളെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ വിഷമം. അവർക്ക് എന്തായിരുന്നാലും ഷിർക്ക് പറ്റുമോ? ഷിർക്ക് വരും. അവര് ചോദിച്ചു, മാ തഅ്ബുദൂനി മിൻ ബഅദി, ഞാൻ മരിച്ചു പോയ മക്കളെ നിങ്ങൾ ആരെ വിളിച്ചിനെ ആരാധിക്കാന്നാണ് ചോദിച്ചത്. അതല്ലാതെ വേറെ സമ്പത്തിനെയും സൗകര്യത്തിനെയും അനന്തരാവകാശ സ്വത്തിനെയും പറ്റിയിട്ടുള്ള വസിയത്തല്ല ചെയ്തത്. എന്ന് വെച്ചാൽ അത്ര ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണ് ഷിർക്ക്. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരെ, ഇതുവരെ നമുക്ക് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് ആരാധിക്കേണ്ടുന്ന ഒരു ഗതികേട് നമുക്ക് വന്നിട്ടുള്ള, ഒരു ജാറത്തിൽ പോയിട്ടുള്ള ഒരു ജാറം മൂടിയിട്ടില്ല, ഒരു സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടില്ല, റുക്കു ചെയ്തിട്ടില്ല, ഒരാളെയും ഒരു പുണ്യപുരുഷൻ, ഒരു പുണ്യപക്ഷി, ഒരു പുണ്യമരം, ഒരു പുണ്യഭൂമി, ഒരു പുണ്യസ്ഥലം, ഈ മൂന്ന് പുണ്യസ്ഥലങ്ങളല്ലാത്ത വേറെ പുണ്യസ്ഥലം പോയിട്ട് ഇങ്ങനെ തീർത്ഥാടനം നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തൗഹീദിലാകുന്നു. അങ്ങനത്തെ തൗഹീദ് നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും മുമ്പ് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഷിർക്കിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. അത് എല്ലായിടത്തും എല്ലാ പ്രവാചകന്മാരുടെ കഥയിലും വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അർബാബുൻ മുതഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. ജയിലിൽ കിടക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലുള്ള രണ്ടാളുകളോട് പറഞ്ഞ കാര്യമാണ്. മനുഷ്യന്മാരെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് ഒരുപാട് റബ്ബുകളാണെന്നല്ലേ, അള്ളാഹു ഒരുവനായ റബ്ബാണെന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് ഒരൊറ്റ റബ്ബ് മതി, ആ അള്ളാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നു. മതി 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 വരെ റബ്ബേ, അള്ളാഹു നീ മതി. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ആരാധിക്കണം. അതാണ് ഈ 4 വചനം സൂറത്ത് യാസീനിന്റെ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ. 4 വചനങ്ങൾ. അപ്പൊ നമ്മൾ അവലം തകൂനു തഅഖിലൂൻ, നിങ്ങളൊന്നും ആലോചിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും ആലോചിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാപങ്ങളെ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാല ഇഖ്വാനിനാ വഅഹ്ലീനാ يا رب العالمين. اللهم انصر إخواننا المجاهدين في كل مكان يا رب العالمين. اللهم طهر قلوبنا يا رب العالمين. اللهم منزل الكتاب ومجري السحاب وهازم الأحزاب ودمر الأحزاب وانصر المسلمين يا رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.